മഴത്തൂര് മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൊട്ടാരമറ്റം തറവാട്ടിൽ വലിയ ഉത്സവ പ്രതീതിയാണ്. ചിന്നുമോളെ കുടുംബത്തിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് ആഘോഷിക്കുവാൻ എല്ലാവരും തീരുമാനിച്ചിരിക്കുകയാണ്. ഊണുമേശയിൽ വെള്ള വിരിച്ചത് സാന്ദ്രയായിരുന്നു. വിസ്താരമുള്ള താലത്തിൽ ജോസുകുട്ടി കേക്ക് കൊണ്ടുവച്ചു. വൈകുന്നേരം ജോസുകുട്ടിയും രേവതിക്കുട്ടിയും സാന്ദ്രയും മിലനും കൂടിയാണ് പുനലൂർ ടൗണിൽ പോയി കേക്കും കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊണ്ടുവന്നത്. കേക്ക് മുറിക്കേണ്ട സമയമായപ്പോൾ സാന്ദ്ര പറഞ്ഞു, ആ കള്ളുകൂടിയന്മാരെ എല്ലാം വിളിക്ക്. അത്രയും കേട്ടപ്പോഴേക്കും വത്സമ്മ ചോദിക്കുകയാണ്, കള്ളുകൂടിയന്മാരോ? നിന്റെയൊക്കെ അപ്പന്മാരെയാണോടി കള്ളുകൂടിയന്മാരെന്ന് വിളിച്ചത്? ആ തന്നെ തന്നെ. ഒടുവിൽ അപ്പുപ്പൻ താടി പോലെ ഭാരം കുറഞ്ഞ തലകളും കാലുകളുമായി സ്റ്റാൻലിയും മാമച്ചനും ഔസേപ്പച്ചനും ആൽബർട്ടും റോബർട്ടും ഔതക്കുട്ടിച്ചായനും ഡൈനിങ് ഹാളിലെത്തി. സ്റ്റാൻലിയും അലീനയും ഇന്ന് തന്നെ കുളത്തുപുഴയ്ക്ക് തിരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ കുട്ടികൾ അലീനയിൽ ഒരു പിടുത്തം പിടിച്ചു. അതോടെ യാത്ര മാറ്റിവെച്ചു. അലീന പോകുന്നില്ലെങ്കിൽ രേവതിക്കുട്ടിയും പോകുന്നില്ല. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി മാമച്ചനും ഗ്രേസമ്മയും ഒരു ദിവസം കൊട്ടാരമറ്റം തറവാട്ടിൽ താമസിക്കാമെന്ന് തീരുമാനിച്ചു. എല്ലാവരും ഊണുമുറിയിലെത്തിയതോടെ ജോസുകുട്ടി ചിന്നുമോളെ പിടിച്ച് കേക്കിന്റെ മുൻപിൽ നിർത്തി. തിളങ്ങുന്ന സ്റ്റീലിന്റെ കത്തി അവളുടെ കയ്യിൽ കൊടുത്തു. ചിന്നുമോളെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാൻ ഭാവിക്കയെ ജോസുകുട്ടി പറയുകയാണ്, ഒരു വെൽക്കം സ്പീച്ച് വേണം. അതാര് പറയും എന്നുള്ളതായി അടുത്ത ചിന്ത. ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെ പറയണം. സാന്ദ്ര പെട്ടെന്ന് അലീനയുടെ പേര് പറഞ്ഞു. ഐ സെക്കൻഡ് ഇറ്റ്. മിലൻ പിന്താങ്ങി. എനിക്ക് തന്നെ ഈ വീട്ടിലേക്ക് സമ്പൂർണ്ണ സ്വാഗതം ലഭിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ സ്വാഗതം പറയും? ഇതാണ് അലീനയുടെ ഭാഗം. അതിന് സാന്ദ്ര, അലീന ചേച്ചിയെ ഞങ്ങൾ വാനരസേനയുടെ ലീഡറായിട്ട് എപ്പോഴേ അപ്പോയിന്റ് ചെയ്തതാ. ആ പേരും പറഞ്ഞ് ഇവിടെ എത്ര പായസം വെച്ചു, എത്ര കോഴികളെ കൊന്ന് കറി വെച്ചു, എത്രമാത്രം കള്ളപ്പം ചുട്ടു തിന്നു. എന്നിട്ടിനി അലീന ചേച്ചിക്ക് കൊതി തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മതി മതി, നീ ഒന്നും മിണ്ടാതിരുന്ന ഉപകാരമായി. ഞാൻ തന്നെ സ്വാഗതം പറയാം. അലീന അത്രയും പറഞ്ഞപ്പോഴേക്കും എല്ലാ കണ്ണുകളും അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുവാൻ തുടങ്ങി. അലീന ചിന്നുമോളെ എടുത്ത് കസേരയിൽ നിർത്തി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇവളെ ആദ്യമായി കണ്ട ദിവസം എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. ഉച്ചയ്ക്ക് പുറത്തുപോയ ബ്രിജിത്തമ്മി തിരിച്ചു വന്നപ്പോൾ കയ്യിലൊരു കുഞ്ഞ്. 2 വയസ്സ് തോന്നിച്ചു. ആകെ ക്ഷീണിച്ച് പേടിച്ച് കരയണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിൽക്കുകയാണ്. ബ്രിജിത്തമ്മ ഇവളെ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നിന്റെ കുഞ്ഞനുജത്തിയാ, നല്ലതുപോലെ നോക്കിക്കൊള്ളണം. ഇപ്പോൾ അവൾ എൻ്റെ കുഞ്ഞനുജത്തിയായി എന്നോട് ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോഴുള്ള എൻ്റെ സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. സമ്പൂർണ്ണ നിശബ്ദതയാണ് ഡൈനിങ് ഹാളിൽ. ആരും ശ്വാസമെടുക്കുന്ന ഒച്ച പോലും കേൾക്കാനില്ല. അലീന തുടരുകയാണ്, ഇന്ന് അവളുടെ സങ്കടമെല്ലാം മാറുന്ന ദിവസമാണ്. അനാഥയായിരുന്ന ഇവൾക്ക് അമ്മയെ കിട്ടി. ഒരപേക്ഷയുള്ളത് ഇവളെ ഒരിക്കലും 2ാം തരക്കാരിയായിട്ട് കാണരുത് എന്നാണ്. ഞാൻ എൻ്റെ പപ്പയുടെ മോളാണെങ്കിലും വേറൊരു അന്യ സ്ത്രീയാണ് എന്നെ പ്രസവിച്ചത്. അങ്ങനെ ഒരു ആക്ഷേപം ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഈ കുടുംബത്തിലെ പുരുഷന്മാരുടെ മക്കളെ ഈ കുടുംബത്തിലെ തന്നെ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പറ്റില്ലല്ലോ. അന്യ സ്ത്രീകൾ തന്നെയാണ് ഈ മക്കളെ എല്ലാം പ്രസവിച്ചത്. വിവാഹം എന്നൊരാചാരം ഇടയ്ക്ക് നടന്നു എന്ന് മാത്രം. രക്തത്തിന് പച്ചവെള്ളത്തേക്കാൾ കട്ടിയുണ്ടെന്ന് പറയാറില്ലേ? ആചാരത്തേക്കാൾ എത്രയോ വലുതാണ് സ്നേഹവും ബന്ധവും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമ്മൾ ആരും തരം താഴ്ത്തരുത്. അനാഥയായി ജീവിക്കേണ്ടി വന്നത് ഇവളുടെ കുറ്റമല്ലല്ലോ. സാന്ദ്രയെപ്പോലെ, മിലനെപ്പോലെ, ദിയാമോളെ പോലെ, നമ്മൾ ഓരോരുത്തരെയും പോലെ ഇവൾക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ടാകണം. ഇവളുടെ വല്യപ്പച്ചൻ്റെയും അങ്കിൾമാരുടെയും ആൻറ്റിമാരുടെയും സ്നേഹവാത്സല്യങ്ങൾ ഇവൾക്ക് കൊടുത്തില്ലെന്ന് മാത്രമല്ല, അനാഥയെന്ന് മുദ്ര കുത്തി ശിക്ഷിക്കുകയും ചെയ്തു. ആ കടങ്ങളെല്ലാം നമുക്ക് വീട്ടണം. ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും അലീന ചിന്നുമോളെ തന്നോട് ചേർത്ത് പിടിച്ചു. തുടർന്ന് അവളെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ വൈകിയെങ്കിലും കൊട്ടാരമറ്റം തറവാട്ടിൽ വന്നു ചേർന്ന് ഇവിടുത്തെ അംഗമായി മാറിയ ഈ കുഞ്ഞുമോൾക്ക് ഈ തറവാടിൻ്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും എല്ലാവിധ സ്വാഗതവും ആശംസിച്ചു കൊള്ളുന്നു. 4-5 നിമിഷത്തേക്ക് അനക്കമൊന്നുമില്ല. പിന്നെ ജോസുകുട്ടിയാണ് തുടങ്ങി വെച്ചത്. മാലപ്പടക്കം പൊട്ടുന്നത് പോലെയായിരുന്നു കയ്യടി. ആരവം ഒന്ന് അവസാനിച്ചപ്പോൾ വീണ്ടും അലീന പറയുകയാണ്, ഈ പൊന്നുമോളെ കണ്ടെത്താൻ വേണ്ടി വിവരങ്ങൾ ശേഖരിച്ചതും അതിനുവേണ്ടി അങ്ങേയറ്റം ഉത്സാഹിച്ചതും ഈ നിൽക്കുന്ന രേവതിക്കുട്ടിയാണ്. അവൾക്കും നമ്മുടെ തറവാട്ടിലേക്ക് സ്വാഗതം. വീണ്ടും കരഘോഷം മുഴങ്ങി. അടുത്തത് ചിന്നുമോൾ വഴി നമ്മുടെ കുടുംബത്തിലെ ബന്ധുക്കളായി തീർന്ന മാമച്ചനങ്കിളും ഗ്രേസമ്മ ആൻറ്റിയുമാണ്. അവർക്കും സ്വാഗതം. വീണ്ടും കയ്യടി. ചിന്നുമോളെ അനാഥാലയത്തിൽ തള്ളിയ കറുത്ത കൈകളെ കണ്ടുപിടിച്ച് ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യണം. കരഘോഷങ്ങൾക്കിടയിൽ നിന്നും പെട്ടെന്നുയർന്നു വന്ന ശബ്ദം കേട്ട് റോബർട്ട് തലപൊക്കി പിൻപിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ആരടാ അത്? ഷോബി മെല്ലെ സാന്ദ്രയുടെ പിൻപിലേക്ക് മറഞ്ഞു. കൂട്ടച്ചിരികൾക്കിടയിൽ അലീന ചിന്നുമോളുടെ കയ്യിൽ കത്തി പിടിപ്പിച്ച് മേശപ്പുറത്തിരുന്ന കേക്ക് മുറിച്ചു. അപ്പോഴും കരഘോഷമുണ്ടായി. അടുത്ത ദിവസം രാവിലെ സ്റ്റാൻലിയും അലീനയും കുളത്തുപുഴയ്ക്ക് പോകാനൊരുങ്ങുകയാണ്. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും എറണാകുളത്തേക്കും. ഷെറിനെയും ചിന്നുമോളെയും തങ്ങളോടൊപ്പം കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഔതക്കുട്ടിച്ചായനോടും ആൺമക്കളോടും അവർ അനുവാദം ചോദിച്ചു. ഷെറിനും ചിന്നുമോളും തൽക്കാലം എറണാകുളത്തും കുളത്തുപുഴയും മാറി മാറി താമസിച്ചോട്ടെ എന്ന തീരുമാനമായി. പുനലൂരിൽ താമസിച്ചാൽ സമീപവാസികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഷെറിനും എറണാകുളത്തേക്ക് പോകാൻ താല്പര്യമാണ്. എല്ലാവരും തൽക്കാലം യാത്ര പറഞ്ഞ് പിരിയുകയാണ്. എറണാകുളത്തുള്ളവർ യാത്ര പറഞ്ഞ് കാറിൽ കയറി തുടങ്ങി.
അലീനയും രേവതിക്കുട്ടിയും തമ്മിൽ യാത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് തീരുന്നില്ല. ഷെറിൻ്റെയും ചിന്നുമോളുടെയും ചുമതല രേവതിക്കുട്ടി ഏറ്റെടുത്തു കഴിഞ്ഞു. ചിന്നുമോൾ സന്തോഷവതിയായിരുന്നു. വീടുകളും അതിനുള്ളിലെ മനുഷ്യരും അവളുടെ ജീവിതത്തെ സ്പർശിക്കുന്നത് ആദ്യമായിട്ടാണ്. അവൾക്കത് ഇഷ്ടമായി. കാറിൽ കയറുന്നതിന് മുമ്പ് അലീന ചിന്നുമോളെ എടുത്ത് ഉമ്മ നൽകി. അവൾ തിരിച്ചും ഉമ്മ കൊടുത്തു. അലീന അവളോടൊപ്പം കാറിൽ വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നി. അത് മനസ്സിലാക്കിയിട്ട് അലീന പറയുകയാണ്, ഞാൻ വന്നോളാടാ ചക്കരെ, അടുത്ത ആഴ്ച ഞാൻ എത്തിക്കോളാം. അലീന അവളെ തലോടി ആശ്വസിപ്പിച്ചു. ഷെറിൻ അലീനയുടെ അരികെ വന്നു. എന്നോട് യാത്ര പറയണ്ട, നമ്മളിനി കൂടെ കൂടെ കാണാനുള്ളവരല്ലേ, നിങ്ങളെ കുളത്തുപുഴയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ വരുന്നുണ്ട്. ഷെറിൻ അലീനയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഏതാനും നിമിഷം അവൾ അങ്ങനെ നിന്നു. അവളുടെ കണ്ണുകളിൽ സ്നേഹവും നന്ദിയും കൃതജ്ഞതയും തിളങ്ങി നിൽക്കുകയാണ്. എന്നിട്ടൊടുവിൽ ഷെറിൻ പറയുകയാണ്, നിന്നെ ദൈവം അനുഗ്രഹിക്കും. എനിക്കെൻ്റെ മോളെ തിരിച്ചു കിട്ടിയതുപോലെ നിനക്ക് നിൻ്റെ അമ്മയും തിരികെ കിട്ടും ഒരു ദിവസം. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഷെറിൻ പോയി കാറിൽ കയറി. രേവതിക്കുട്ടിയും ആ കാറിലേക്ക് കയറിയിട്ട് കൈ ഉയർത്തി അലീനയെ കാണിച്ചിട്ട്, അലീന ചേച്ചി ഞാൻ പോട്ടെ, ചെന്നിട്ട് വിളിക്കാം. ആ കാർ കൊട്ടാരമറ്റത്തിൻ്റെ മുറ്റത്തു നിന്നും സാവധാനം റോഡിലേക്ക് ഇറങ്ങിപ്പോയി. അടുത്തത് സ്റ്റാൻലിയുടെയും അലീനയുടെയും ഊഴമാണ്. അലീന മുതിർന്നവരോടും കുട്ടികളോടും എല്ലാം യാത്ര പറഞ്ഞു കഴിഞ്ഞിരുന്നു. ദിയാമോൾക്കും ജോൺ പോളിനും മുത്തങ്ങൾ നൽകി. കുടുംബാംഗങ്ങളെല്ലാം സിറ്റൗട്ടിലുണ്ടായിരുന്നു. ഔതക്കുട്ടിച്ചായനും കുളത്തുപുഴയ്ക്ക് പോകുവാൻ ഒരുങ്ങി ഇറങ്ങി വന്നു. അവർ 3 പേരും കാറിൽ കയറി യാത്ര തിരിച്ചു. 10 മണിയോടെ അവർ കുളത്തുപുഴയിലെത്തി. കാർ ചെന്ന് നിന്നയുടൻ നായക്കൂടുകൾ കിടന്ന നായ്ക്കൾ കുരച്ചും ചാടിയും വലിയ ബഹളമുണ്ടാക്കുവാൻ തുടങ്ങി. ആൻഡപ്പൻ്റെ കൂടെയുണ്ടായിരുന്ന 2 നായ്ക്കൾ സ്റ്റാൻലിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. അവരുടെ യജമാനൻ അവരെ വിട്ടിട്ട് പോയിട്ട് ദിവസങ്ങളായിരിക്കുന്നു. അലീന അവരുടെ സ്നേഹപ്രകടനങ്ങൾ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നായ്ക്കൾ അവളുടെ ചുരിദാറിൽ കടിച്ചു പിടിച്ച് വീടിന് നേർക്ക് വലിച്ചു. വിടടാ, എടാ കീറിപ്പോകുന്നു, പതുക്കെ പതുക്കെ. ഞാൻ അങ്ങോട്ടല്ലേടാ വരുന്നത്. അവൾ ഓരോന്നിൻ്റെയും തലയിൽ തഴുകി സമാധാനപ്പെടുത്തി. ആൻഡപ്പാ, ഗേറ്റ് അടച്ചിട്ട് അവരെ തുറന്നു വിട്ടേക്ക്. സ്റ്റാൻലിയുടെ നിർദ്ദേശം കേട്ടിട്ട് ആൻഡപ്പൻ പോയി നായ്ക്കൂടുകൾ തുറന്നുവിട്ടു. ഗേറ്റും അടച്ചു. കൂടുവിട്ട് ചാടിയിറങ്ങിയ നായ്ക്കൾ പാഞ്ഞെത്തി സ്റ്റാൻലിയെയും അലീനയും പൊതിഞ്ഞു. ആൻഡപ്പൻ ചേട്ടൻ എല്ലാവരെയും നല്ലതുപോലെ നോക്കുന്നുണ്ടായിരുന്നോ? കൊള്ളാം, അതല്ലേ എൻ്റെ പ്രധാനപ്പെട്ട ജോലി, ആൻഡപ്പൻ ചിരിയോടുകൂടി പറയുകയാണ്. യോ, എൻ്റെ പ്രാവുകൾ എവിടെ? എല്ലാം അവിടെ തന്നെയുണ്ട്. അലീന വീടിനുള്ളിൽ കയറിയതിന് ശേഷം തീറ്റയും എടുത്ത് പ്രാക്കൂടിന് സമീപമെത്തി. പ്രാവുകൾ പറന്ന് അവളുടെ ചുറ്റും നിരന്നു. ഒരെണ്ണം അലീനയുടെ കൈത്തണ്ടയിൽ വന്നിരുന്ന് കൈവെള്ളയിൽ നിന്നും കൊത്തിപ്പെറുക്കുവാൻ തുടങ്ങി. വീട്ടിനുള്ളിൽ അലീനയ്ക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു. അവൾ കുറേ ദിവസം വീട്ടിലില്ലാതിരുന്നതിനാൽ അടുക്കും ചിട്ടയും ഒക്കെ തെറ്റിയിട്ടുണ്ട്. അതെല്ലാം ക്രമീകരിക്കുവാൻ അവൾ ആൻഡപ്പനെയും ബൈജുവിനെയും കൂട്ടുവിളിച്ചു. അലീന എവിടെയൊക്കെ പോയെന്ന് ആൻഡപ്പൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ പോയ സ്ഥലങ്ങളെക്കുറിച്ചും അവയുടെ ഭംഗിയെക്കുറിച്ചും വിവരിച്ചിട്ട് താൻ മേരിക്കുട്ടി ആൻറ്റിയെ കണ്ടു എന്ന കാര്യവും പറഞ്ഞു. ആഹാ, എല്ലായിടത്തും കറങ്ങി അല്ലേ? എന്നിട്ട് ഞങ്ങൾക്കൊന്നും മേടിച്ചുകൊണ്ട് വന്നില്ല? ഓ, കൊണ്ടുവന്നല്ലോ, ഞാനതങ്ങ് മറന്നുപോയി. അലീന പോയി കാറിൻ്റെ ഡിക്കിയിൽ നിന്നും പെട്ടി എടുത്തുകൊണ്ട് വന്നു. കൽക്കട്ടയിലെ ഷോപ്പിങ്ങിനിടെ അവൾ വാങ്ങിയ ഷർട്ടുകൾ അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്നും എടുത്തിട്ട് ഒരെണ്ണം ആൻഡപ്പന്, അടുത്തത് പൗലോസിന്, ഇനി ഒരെണ്ണം രാജപ്പന്, ബൈജുവിന് ഒരു ടീഷർട്ടും. അപ്പോൾ ആൻഡപ്പൻ ഓരോന്നിൻ്റെയും ഭംഗി നോക്കിയിട്ട് പറയുകയാണ്, ബൈജുവിനാ കോളടിച്ചത്. അല്ലല്ല, പൗലോസ് ചേട്ടനാ. ബൈജു തർക്കിക്കാൻ തുടങ്ങി. വീടൊന്ന് പുനർക്രമീകരിക്കുവാൻ 2 ദിവസം എടുത്തു. അതിനിടയിൽ അവൾ ഔതക്കുട്ടിച്ചായനുമായി ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചനയും നടത്തി. ഒരു ദിവസം അലീന സ്റ്റാൻലിയെ സമീപിച്ചിട്ട് പറയുകയാണ്, പപ്പ, എനിക്ക് അഞ്ചലിലേക്കൊന്ന് പോകണം. അഞ്ചലിലോ? എന്തിന്? സ്റ്റാൻലി നെറ്റി ചുളിക്കുകയാണ്. അവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ടല്ലോ, പപ്പയുടെ ഭാര്യയും കുട്ടികളും. ആഹാ, അതിന് നിനക്കെന്താ? എനിക്ക് അവരെ ഒന്ന് കാണണം. അവരെയെല്ലാം നീ കണ്ടതല്ലേ? ഒന്നുകൂടി കാണണം പപ്പ. മാത്രവുമല്ല, ടോജോയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പപ്പയുടെ ഒരേ ഒരു മകനല്ലേ, എൻ്റെ സഹോദരൻ. അവനോട് ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം. ഞാൻ അവിടെ ഒന്ന് പോയാൽ എന്താ പപ്പ? കൊള്ളാം. നിന്നെ അവർ കയ്യിൽ കിട്ടിയാൽ ആട്ടുകല്ലിൽ അരച്ചിട്ട് ദോശക്കല്ലിൽ വെച്ച് ചുട്ട് പട്ടിക്കിട്ട് കൊടുക്കും. അത് കേട്ടിട്ട് അലീനയ്ക്ക് ചിരി വന്നു. പപ്പയ്ക്ക് അവരെ പേടിയാണ് അല്ലേ? നിന്നെ അങ്ങോട്ട് അയക്കാൻ എനിക്ക് മനസ്സില്ല, അല്ലാതെ പേടിയുള്ളത് കൊണ്ടല്ല. പപ്പയുള്ളപ്പോൾ അവരെന്നെ ദ്രോഹിക്കുമോ? അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നീ എന്തിനാണ് അവിടെ പോകുന്നത്? എനിക്കവിടെ 2 ദിവസം താമസിക്കണം. അവരെങ്ങനെയാ ജീവിക്കുന്നതെന്ന് അറിയണ്ടേ? എനിക്കിവിടെ കിട്ടുന്നതിനേക്കാൾ സുഖസൗകര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ടോ? അവർക്ക് പപ്പ ഇഷ്ടം പോലെ പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ എനിക്കറിയണം. മാത്രവുമല്ല, അവിടെ പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കും അത് വേണം. എൻ്റെ അത്രയും സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ അധികപ്പറ്റല്ലേ? പന്തിയിൽ പക്ഷാഭേദം പാടില്ലല്ലോ. ഉടനെ സ്റ്റാൻലി പറയുകയാണ്, എനിക്കിങ്ങനെ ഓരോ ദിവസവും തലവേദന ഉണ്ടാക്കുക എന്നുള്ളതാണോ നിന്റെ മിനിമം പരിപാടി? ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ വേറൊന്ന്. നീ സ്വസ്ഥത തരില്ലേ? ഇങ്ങനെ കള്ളും കുടിച്ച് പട്ടിയും തടവി ചാരുകസേരയിൽ സ്വസ്ഥമായി ചാരി കിടന്ന് സൂഹിക്കാനുള്ളതല്ല പപ്പ മനുഷ്യൻ്റെ ജീവിതം. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കണം. നിന്റെ മനസ്സിൽ ട്രിപ്പൊക്കെ എനിക്ക് പിടികിട്ടിയടി.
എന്നെ ഹന്നാൻ വെള്ളം തളിച്ച് പരിശുദ്ധനാക്കി ഇവിടെ ഇങ്ങനെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാക്കി നിർത്തുക. എന്നിട്ട് അവരെ എല്ലാം മാനസാന്തരപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരിക. അലീന ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, എല്ലാം അറിയാം അല്ലേ? അവൾ അയാളുടെ കസേരയ്ക്ക് പിൻപിൽ ചെന്ന് നിന്നു. അപ്പോൾ സ്റ്റാൻലി വീണ്ടും പറയുകയാണ്, അങ്ങനെ എന്തെങ്കിലും പദ്ധതി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത്? നിനക്കവരെ ശരിക്കും അറിയില്ല ലീന. എൻ്റെ ഭാര്യയും മക്കളെയും സറൗണ്ട് ചെയ്തു വേറൊരു ദൂഷിത വലയമുണ്ട്. ശൂന്യാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കടക്കണമെങ്കിൽ ഓർബിറ്റിനെ മറികടക്കണ്ടേ? അതുപോലെ ഒരെണ്ണം. പപ്പ അതൊന്നും നോക്കണ്ട. അവർ സന്ധി ചെയ്യാൻ തയ്യാറാണെങ്കിൽ പപ്പ റെഡിയാണോ? സ്റ്റാൻലി അസ്വസ്ഥനായി. പക്ഷെ നീ വിചാരിക്കുന്ന തരക്കാരല്ല അവർ. ദോഷൈക ദൃക്കുകൾ എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഏത് കാര്യത്തിലും ദോഷം മാത്രം കാണാൻ കഴിയുന്ന ഒരു കൂട്ടർ. ഇന്ന് പൗർണമിയാണെന്ന് പറഞ്ഞ് നമ്മൾ പൂർണ്ണ ചന്ദ്രനെ കാണിച്ചു കൊടുത്താൽ അവർ പറയും, ഇന്ന് ചന്ദ്രന്റെ കറുത്ത പാടുകൾ കുറെ കൂടി വ്യക്തമാണല്ലോ എന്ന്. അയൽക്കാരന് 50 ലക്ഷത്തിന്റെ ലോട്ടറി അടിച്ചു എന്ന് കേട്ടാൽ അവർ പറയും, ലോട്ടറി കിട്ടിയവരാരും മനസ്സമാധാനത്തോടെ ജീവിച്ചിട്ടില്ലെന്ന്. നീ ഇന്ന് 5 കിലോ നല്ല ഒന്നാന്തരം ആപ്പിൾ വാങ്ങി അവർക്ക് കൊടുത്താൽ അടുത്ത തവണ നിന്നെ കാണുമ്പോൾ ആദ്യം അവർ പറയുന്നത് അതിലൊരെണ്ണത്തിൽ പുഴു ഉണ്ടായിരുന്നു എന്നാണ്. ഏത് പ്രവൃത്തിയെയും സംശയത്തോടെ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ. അവരെയാണ് നീ നന്നാക്കാൻ പുറപ്പെടുന്നത്. പപ്പ, ഞാനിവിടെ വന്നപ്പോൾ പപ്പയെക്കുറിച്ച് അത്ര നല്ലതൊന്നും അല്ല കേട്ടത്. ഭയങ്കര ദേഷ്യക്കാരൻ, കള്ളുകുടിയൻ, ആര് പറഞ്ഞാലും കേൾക്കാത്തവൻ, മറ്റുള്ളവരുടെ വേദനയും വിഷമവും അറിയാത്തവൻ, കടുവ, കിടുവ, അങ്ങനെ എന്തെല്ലാമായിരുന്നു. ഇപ്പൊ പപ്പ എന്തുമാത്രം മാറി. ഏയ്, എനിക്ക് മാറ്റമൊന്നുമില്ല. അത് പപ്പയ്ക്ക് തോന്നുന്നതാ. പപ്പ ഒത്തിരി മാറിയിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ നന്മയുണ്ട് പപ്പ. ചിലരുടെ മനസ്സിൽ ഇത്തിരിയെ കാണൂ, ഒരു തീപ്പൊരിയുടെ അത്രയും. നമ്മളത് ഊതി കത്തിച്ച് നല്ലതുപോലെ പ്രകാശം ചൊരിയുന്ന ഒരു വിളക്കാക്കി മാറ്റണം. പപ്പയുടെ ഉള്ളിൽ നന്മയും സ്നേഹവും ഉള്ളത് കൊണ്ടല്ലേ പപ്പയ്ക്ക് മാറാൻ പറ്റിയത്. ഇനിയും പപ്പയ്ക്ക് കുറെ കൂടി നന്മയും സ്നേഹവുമുള്ള ആളാകാൻ സാധിക്കും. അങ്ങനെ എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ഓർത്തിട്ട് മാത്രമാ. നീ എൻ്റെ മകളായതുകൊണ്ട് മാത്രം. ശരി പപ്പ, സമ്മതിച്ചു. പക്ഷേ ഞാൻ പപ്പയെ സ്നേഹിക്കാതെ ഭയങ്കര ഗർവവും അഹങ്കാരവും കാണിച്ചിരുന്നെങ്കിലോ? എപ്പോഴും പരാതി പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിലോ? പപ്പയോട് ഒട്ടും ബഹുമാനം കാണിക്കാതെ എനിക്ക് തോന്നിയതുപോലെ പെരുമാറിയിരുന്നെങ്കിലോ? പപ്പ ഗേറ്റിന് വെളിയിലേക്ക് കൈ ചൂണ്ടും. കടക്കടി പുറത്ത്, ഇങ്ങനെ ഒരു മകളെ എനിക്ക് വേണ്ട, എവിടെയെങ്കിലും പൊയ്ക്കോ, മേലിൽ ഈ മുറ്റത്ത് കാല് കുത്തരുത് എന്ന് പണ്ടേ പറഞ്ഞേനെ. സ്റ്റാൻലി മൗനമായിരിക്കുന്നത് കണ്ടിട്ട് അലീന ചോദിക്കുക, എന്താ മിണ്ടാത്തെ? മറുപടിയില്ല. അവൾ അല്പം കുനിഞ്ഞ് തല ചെരിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി. ആഹാ, കൊള്ളാലോ, കള്ളച്ചിരി ചിരിച്ചോണ്ടിരിക്കുകയാണോ? അവൾ അയാളുടെ ശിരസിൽ 2 കൈത്തലങ്ങളും വെച്ചു, മുടിക്കു മീതെ കൂടി തലോടി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ചുരുക്കത്തിൽ മകളോ ഭാര്യയോ ആയിരുന്നാൽ മാത്രം പോരാ. സ്നേഹിക്കാനും മാനിക്കാനും സന്തോഷിക്കുവാനുമുള്ള സന്മനസ്സു കൂടി വേണം. അവിടെയുള്ളവരാരും അന്യരല്ലല്ലോ. എന്നെപ്പോലെ 2 പെൺകുട്ടികൾ, പപ്പയുടെ മക്കൾ, തൻ്റെ ഒരു മകൻ, പിന്നെ ഭാര്യ. അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും നന്മയുടെ അംശമുണ്ടാവും. തെറ്റിദ്ധാരണകളുടെ കാടും പടലും കൊണ്ട് അതൊക്കെ മൂടിക്കിടക്കിയായിരിക്കും പപ്പ. നമ്മളതൊന്ന് വെട്ടിത്തെളിച്ചാൽ മാത്രം മതി. അലീനയുടെ കൈവിരലുകൾ അയാളുടെ മുടികൾക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, അവിടെ ചെന്ന് 2 ദിവസത്തിനിടയിൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാ? 2 ദിവസം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരെയും കാണാം, പരിചയപ്പെടാം, ചുറ്റുപാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും പോവാമല്ലോ. ഞാൻ അവരുടെ ശത്രുവല്ലെന്ന് ഒരാൾക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കണം. എനിക്കവരെ സ്നേഹിക്കാൻ പറ്റും പപ്പ. തൻ്റെ മകൾക്ക് മനുഷ്യരുടെ ഇരുണ്ട ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നവിടെ പ്രകാശം പരത്തുവാൻ കഴിയുമെന്ന് അയാൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ശത്രു സങ്കേതങ്ങളിലേക്ക് അവൾ നിർഭയം കടന്നു ചെല്ലുന്നു. അവളുടെ കൈവശം സ്നേഹവും ക്ഷമയും സഹനശക്തിയുമല്ലാതെ മറ്റൊരായുധവുമില്ല. എന്നിട്ടും ആയുധധാരികൾ, ശത്രുതയും വെറുപ്പും വിദ്വേഷവുമുള്ളവർ പതിയെ കീഴടങ്ങുന്നു. അതിനെല്ലാം അവൾ ദൃക്സാക്ഷിയാണ്. പക്ഷെ അഞ്ചലിന്റെ വീട്ടിൽ റീത്താമ്മയുടെ സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ എന്തു പോക്രിത്തരവും ചെയ്യുവാൻ മടിയില്ലാത്ത അവളുടെ ആങ്ങളമാരുടെ അധികാര പരിധിക്കുള്ളിൽ തൻ്റെ മകളുടെ സുരക്ഷയെക്കുറിച്ച് സ്റ്റാൻലിക്ക് ആശങ്കയുണ്ട്. അയാൾ മൗനമായിരിക്കുന്നത് കണ്ടുകൊണ്ട് അലീന വീണ്ടും ചോദിക്കുകയാണ്, പപ്പ എന്താ ഒന്നും പറയാത്തത്? അല്ല, അവരാരെങ്കിലും നിന്നെ ഉപദ്രവിച്ചാൽ പിന്നീട് എന്തു ചെയ്തിട്ടും കാര്യമുണ്ടോ അലീന? ഒന്നാമതെ വീണ്ടു വിചാരമില്ലാത്ത കൂട്ടരാ. അതിന് പപ്പ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, വല്യപ്പച്ചനുമുണ്ട് കൂടെ. ശരി, ഞാനിനിയിപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ അവിടെ അത്ഭുതമായിട്ട് എന്തെങ്കിലും നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നൊന്നും നീ വിചാരിക്കണ്ട. അത്രയ്ക്ക് അകന്നു പോയവരാണ് ഞാനും എൽസമ്മയും. മനസ്സിൽ സ്നേഹത്തിൻ്റെ ഒരു തരിമ്പ് പോലുമില്ല. അവൾ മരിച്ചെന്ന് കേട്ടാൽ പോലും എനിക്ക് പ്രത്യേകിച്ച് ഒരു വല്ലായ്മയും തോന്നില്ല. ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ കൂടി മരിച്ചു, അത്ര തന്നെ. ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ അവൾക്ക് മാത്രമൊക്കെ തന്നെ തോന്നുകയുള്ളൂ. പിന്നെ സ്വത്തിഞ്ഞു പോരുമല്ലോ എന്നൊരു സന്തോഷമുണ്ടായേക്കും. സ്റ്റാൻലി നിസ്സംഗതയോടെ പറയുന്നത് കേട്ടിട്ട് അലീനയ്ക്ക് വിഷമം തോന്നി. എന്നെങ്കിലും ഒരിക്കൽ സ്നേഹിച്ചവരായിരുന്നില്ലേ പപ്പ നിങ്ങൾ 2 പേരും? മറ്റേയാളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ 2 പേരും പരസ്പരം വിചാരിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലേ? ആ സ്ത്രീ പപ്പയുടെ ഭാഗ്യമാണെന്ന് പപ്പ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? തനിക്ക് ഏറ്റവും ഇണങ്ങിയ പുരുഷനെയാണ് കിട്ടിയത് എന്നോർത്ത് അവരും സന്തോഷിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നിട്ടാണ് പപ്പ പറയുന്നത് മരിച്ചാൽ പോലും വിഷമം തോന്നില്ലെന്ന്.
മോളെ, ഒരിക്കൽ സ്നേഹമുണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഞങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പരസ്പരം സ്നേഹിച്ചിരുന്നില്ല. സ്നേഹമെന്ന വികാരം ഞങ്ങൾക്കിടയിൽ ഒരു ചെടി മുളയ്ക്കും പോലെ മുളച്ചുണ്ടായതാണ്. ഒരു ചെടി ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ നീ അത്ഭുതപ്പെടുമോ? അതിന് നിലനിൽക്കാൻ വേണ്ടത്ര വെള്ളവും വളവും കിട്ടിയില്ല എന്ന് വിചാരിക്കും. സ്നേഹമില്ലാതായെന്ന് പറയുമ്പോഴും അങ്ങനെയേ വിചാരിക്കാവൂ. പണ്ടൊരിക്കൽ വെള്ളവും വളവും കിട്ടിയിരുന്നില്ലേ എന്ന ചോദ്യത്തിന് അർത്ഥമൊന്നുമില്ല. വെള്ളവും വളവും എങ്ങനെയാ പപ്പ ഇല്ലാതായത്? അതിനൊരു കാരണം വേണ്ടേ? പപ്പയ്ക്ക് അവരോട് അകൽച്ച തോന്നാനുള്ള കാരണം എന്തായിരുന്നു? അതിന് സ്റ്റാൻലി, മോളെ, നമ്മുടെ ഏത് പ്രവൃത്തിയിലും ഒരാൾ കുറ്റം മാത്രം കാണുകയെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അയാളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. ഒരു ദിവസം നമ്മൾ ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി നിൽക്കുകയാണ്. അത് പതിവുള്ള കാര്യമല്ല. പക്ഷേ അന്ന് ഉദയം കാണാൻ ഒരു താല്പര്യം. ഉടനെ മറ്റേയാൾക്ക് സംശയമായി. എന്താ പതിവില്ലാതെ ആകാശത്തേക്കൊരു നോട്ടം? ഒരു രാത്രി ഊണ് കഴിഞ്ഞ് ഉലാത്തുവാൻ മുറ്റത്തേക്കിറങ്ങി. അപ്പോഴും അയാൾക്ക് സംശയം. ഇതെന്താ പതിവില്ലാത്തൊരു നടത്തം? ആർമിയിൽ പതിവുള്ളൊരു പ്രയോഗമുണ്ട്, അണ്ടർ സർവൈലൻസ്. നമ്മളെല്ലായ്പ്പോഴും സംശയഗ്രസ്തമായ കണ്ണുകളാൽ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മറ്റേയാൾക്ക് പിടിക്കുന്നില്ല. അയാൾക്ക് പിടിക്കാത്തത് പലതും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഉദാഹരണത്തിന് മദ്യപാനം, പുകവലി, ക്ലബിൽ പോക്ക്. പിടിച്ചാൽ കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴേക്കും വിട്ടേക്കണം. അല്ലാതെ ഒരാളുടെ ഇഷ്ടത്തിന് ഒപ്പിച്ച് നമ്മൾ അടിമുടി മാറുക എന്ന് വെച്ചാൽ നടപ്പുള്ള കാര്യമല്ല. ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാകാം. എൽസമ്മയ്ക്കൊരു ചേച്ചിയും അനുജത്തിയുമുണ്ട്. അമ്മയുണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഫോണിൽ കൂടി നിരന്തരം കുറ്റം പറച്ചിലിൻ്റെ പ്രവാഹമാണ്. ഇവിടുത്തെ കുറ്റങ്ങൾ അങ്ങോട്ടൊഴുകും, അവിടുത്തെ കുറ്റങ്ങൾ ഇങ്ങോട്ടും ഒഴുകും. ഇടയ്ക്കിടെ എല്ലാവരും കൂടി അഞ്ചലിൽ സമ്മേളിക്കും. പരദൂഷണത്തിൻ്റെ കൊടിയേറ്റമാകും അന്ന് അവിടെ നടക്കുക. ഒരാളെക്കുറിച്ച് പോലും അവർ നല്ലത് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല. അവർക്ക് ഈ ലോകത്ത് അറിയാവുന്നവരെക്കുറിച്ചെല്ലാം അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നേരം വെളുപ്പിക്കും. ഇതൊരു രോഗമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ശരീരം വിറയ്ക്കും. അവർക്ക് പരദൂഷണം കിട്ടിയില്ലെങ്കിൽ ഹൃദയം വിറയ്ക്കും. സ്റ്റാൻലിയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് അലീന തെല്ലുനേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് പറയുകയാണ്, എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം പപ്പ. സ്റ്റാൻലി അത് കേട്ടിട്ട് അല്പനേരം ചിന്താധീനനായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ആ ശരി, അപ്പച്ചനും കൂടെ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ ഞാൻ നിന്നെ കൊണ്ടുവിടാം. ഏയ്, എന്തിന്? ഞാനും അപ്പച്ചനും കൂടെ ബസ്സിൽ പോയിക്കൊള്ളാം പപ്പ, അതാ നല്ലത്. പപ്പ കൊണ്ടുവിട്ടാൽ അവർക്ക് തോന്നും അവരെ വെല്ലുവിളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വിട്ടതാണെന്ന്. അതിനെന്താ, അവർ ചിന്തിക്കട്ടെ. അവർക്ക് എന്ത് തോന്നിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. നിന്നെ കൊണ്ടുപോയി വിടുമ്പോൾ നിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് എൻ്റെ കടമയാണ്. സ്റ്റാൻലി വിട്ടുവീഴ്ചയില്ലാത്തവനെ പോലെ നിൽക്കുകയാണ്. ഒടുവിൽ സ്റ്റാൻലിയുടെ നിർബന്ധത്തിന് അലീന വഴങ്ങിക്കൊടുത്തു. അങ്ങനെ അവർ അഞ്ചലിലേക്ക് പോവുകയാണ്. റോഡിൽ നിന്നും വലതുവശം തിരിഞ്ഞ് ഗേറ്റിനപ്പുറത്ത് കാർ നിന്നു. അപ്പോൾ ഔതക്കുട്ടിച്ചാൻ പറയുകയാണ്, ഞാനിറങ്ങി ഗേറ്റ് തുറക്കാം. അപ്പോൾ സ്റ്റാൻലി, വേണ്ട വേണ്ട, കാർ അകത്തേക്ക് കയറ്റുന്നില്ല. സ്റ്റാൻലി എൻജിൻ ഓഫ് ചെയ്തു. ഔതക്കുട്ടിച്ചായൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. എന്നിട്ട് അയാൾ അലീനയെ വിളിച്ചു, ഇറങ്ങി വാ മോളെ. അലീനയും സ്റ്റാൻലിയും ഒന്നിച്ചാണ് ഇറങ്ങിയത്. ഔതക്കുട്ടിച്ചായൻ ഗേറ്റിനടുത്തേക്ക് ചെന്നു. ഓടാമ്പലെടുത്തിട്ട് ഒരു പാളി തുറന്നു. അലീന സ്റ്റാൻലിയോടൊപ്പം ഗേറ്റിന് സമീപം ചെന്നു. അപ്പോൾ സ്റ്റാൻലി വീട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇതാണ് എൽസമ്മ താമസിക്കുന്ന വീട്. ആ കാണുന്നത് റീത്താമ്മയുടെ വീട്. ഒരു കോമ്പൗണ്ടിനുള്ളിൽ 2 വീടുകൾ. രണ്ടും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണെന്ന് തോന്നി. റീത്താമ്മയുടേതെന്ന് പറഞ്ഞ വീട് പുതുതായി പെയിന്റ് അടിച്ചിട്ടുണ്ട്. 2 വീടുകൾക്കും ഇടയിൽ പൊക്കം കുറഞ്ഞ ഒരു ഇടമതിൽ. അലീന എല്ലായിടവും നോക്കിക്കൊണ്ട് മുറ്റത്തേക്ക് ചെന്നു. റീത്താമ്മയുടെ വീട് മാത്രമാണ് ആദ്യമുണ്ടായിരുന്നതെന്നും പിന്നീട് റീത്താമ്മ എൽസമ്മയെ നിർബന്ധിച്ച് ഇപ്പുറത്തെ 10 സെന്റ് സ്ഥലം വാങ്ങിപ്പിക്കുകയും വീട് വെപ്പിക്കുകയും ചെയ്തതാണെന്നും അലീനയോട് വിശദീകരിക്കുകയാണ് ഔതക്കുട്ടിച്ചായൻ. 2 വീടുകളിലേക്ക് മാറി മാറി നോക്കിയതിനു ശേഷം അലീന ഔതക്കുട്ടിച്ചായനോട് പറയുകയാണ്, ഇവിടെ ആരുമില്ലാത്ത ലക്ഷണമാണല്ലോ വല്യപ്പച്ച. വീടിൻ്റെ മുറ്റവും കാർപോർച്ചും ഒക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. കരിയിലകൾ, കടലാസ് കഷ്ണങ്ങൾ, ബ്രെഡ് പൊതിഞ്ഞു കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറുകൾ, കട്ടി കുറഞ്ഞ ക്യാരി ബാഗുകൾ, മഴ നനഞ്ഞ് ചീഞ്ഞ ചകിരിത്തൊണ്ടുകൾ, കാറ്റത്ത് വീണ പച്ച ഇലകൾ. സിറ്റൗട്ടിൽ കസേരകൾക്ക് കീഴിലും ടീപ്പോയുടെ അടിയിലും നോട്ട് ബുക്കുകളും പാഠപുസ്തകങ്ങളും കീറിയ വർത്തമാന പത്രങ്ങളും മുഷിഞ്ഞ തുണികളും വാരി വലിച്ചിട്ടിരിക്കുന്നത് പോലെ കാണാമായിരുന്നു. ടീപ്പോയ്ക്കിപ്പുറം ഒരു ഗ്ലാസ് ഉടഞ്ഞു ചിതറിക്കിടപ്പുണ്ട്. അതിൻ്റെ കഷ്ണങ്ങൾ പെറുക്കി കളഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഗ്ലാസ്സിലുണ്ടായിരുന്ന ചായയോ കാപ്പിയോ നിലത്ത് പടർന്ന് ഉണങ്ങി ഉറുമ്പരിക്കുന്നുമുണ്ട്. സിറ്റൗട്ടിലേക്കുള്ള പടിയിൽ ഒരു ദ്രവിച്ച ചൂൽ കിടപ്പുണ്ട്. കാർപോർച്ചിൽ ചവിട്ടി ചുളുക്കിയ പ്ലാസ്റ്റിക് കുപ്പികളും കാരി ടിന്നുകളും പഴംതുണി കഷ്ണങ്ങളും എമ്പാടും ചിതറിക്കിടക്കുന്നു. തുരുമ്പിച്ച 2 സൈക്കിളുകൾ പോർച്ചിൽ മറിഞ്ഞു കിടപ്പുണ്ട്. എല്ലാം നോക്കിക്കണ്ടതിന് ശേഷം അലീന ഔതക്കുട്ടിച്ചായനോട് വലിയ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്, ഇവിടെ സ്ത്രീകളാരും താമസം ഇല്ലേ വല്യപ്പച്ച? അതിന് സ്റ്റാൻലിയാണ് മറുപടി പറഞ്ഞത്, ഇവിടെ പുരുഷന്മാരാണ് ഇല്ലാത്തത്. ഒരാങ്കൊച്ചനുള്ളതിനെ എല്ലാവരും കൂടി പെണ്ണാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അലീന കോളിംഗ് ബെല്ലടിച്ചു. അല്പനേരം കാത്തു നിന്നിട്ടും മറുപടിയില്ല. വീണ്ടും ഒന്നുകൂടി സ്വിച്ച് അമർത്തി. അകത്തുനിന്നും ബെൽ ശബ്ദം മാത്രം കേട്ടു. അലീന വീടിന് ചുറ്റുമൊന്ന് നടന്നു നോക്കി. വീടിൻ്റെ പിന്നാമ്പുറം അറപ്പുളവാക്കുന്ന വിധം വൃത്തിഹീനമായിരുന്നു. ചപ്പുചവറുകൾ എമ്പാടും കാണാമായിരുന്നു. പ്ലാസ്റ്റിക് കൂടുകളും ചുളുങ്ങിയ ടിന്നുകളും ചകിരിത്തൊണ്ടുകളും കരിയിലകളും
വെള്ളം തളം കെട്ടി ചീഞ്ഞ ചിരട്ടകളും ആരൊക്കെയോ ഛർദ്ദിച്ചെന്ന പോലെ അങ്ങിഞ്ഞു വാരി എറിഞ്ഞിരിക്കുന്ന മിച്ചം വന്ന ഭക്ഷണ സാധനങ്ങളും എല്ലാം ചേർന്ന് ഈച്ചയാർക്കുന്ന ഒരു അന്തരീക്ഷം. ഒരു പ്ലാവിൻ ചുവട്ടിലും വിലുമ്പിപ്പുള്ളി ചുവട്ടിലും അതിൻ്റെ കായ്ക്കൾ പൊഴിഞ്ഞു വീണ് ചീഞ്ഞളഞ്ഞു കിടക്കുന്നു. കിണറിൻ്റെ മീതെ കുറെ കീറ തുണികൾ ഇട്ടിരിക്കുന്നു. അലീന തിരികെ മറുവശത്തെത്തി. റീത്താമ്മയുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ തല നിറച്ചൊരു സ്ത്രീ വന്നു നിന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് ഔതക്കുട്ടിച്ചാൻ പറഞ്ഞു, റീത്താമ്മയുടെ അമ്മയത്, നമുക്കൊന്ന് ചോദിക്കാം. അലീനയും ഔതക്കുട്ടിച്ചാനും കൂടി റീത്താമ്മയുടെ മുറ്റത്തേക്ക് ചെന്നു. അത് കണ്ടുകൊണ്ട് മെല്ലെ അകത്തേക്ക് കയറിപ്പോകുവാൻ തുനിഞ്ഞ വൃദ്ധയെ ഔതക്കുട്ടിച്ചാൻ വിളിച്ചു. ഏയ്, അവിടെ നിന്ന് നിന്നേ, ഇതെന്നാ ഇടപാടാ? വീട്ടിലോട്ട് ആൾക്കാർ വരുന്നത് കാണുമ്പോൾ അകത്തോട്ട് കയറിപ്പോവാണോ? തല നിറച്ച സ്ത്രീ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ്, ഇവിടെ ആരും ഇല്ല. എന്നെ മനസ്സിലായില്ലേ? സ്റ്റാൻലിയുടെ അപ്പച്ചനാ. ആ, മനസ്സിലായി. ഇവിടെ ഉള്ളവരൊക്കെ എന്തിയേ? ആ സ്ത്രീ കൈമലർത്തി കാട്ടി. എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങുമ്പോൾ ഔതക്കുട്ടിച്ചാൻ പുറകിൽ നിന്നുകൊണ്ട് പിന്നെയും പറയുകയാണ്, ഞങ്ങളോടൊന്ന് കയറിയിരിക്കാൻ പോലും പറയുന്നില്ലേ? റീത്താമ്മ വരാറായി. ഇനി നിങ്ങളെ കയറ്റിയിരുത്തിയിട്ട് വേണം ഞാൻ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ. അവർ സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഗേറ്റിന് വെളിയിൽ ഒരു കാറിൻ്റെ ഹോൺ ശബ്ദം 2-3 തവണ കേട്ടു. സ്റ്റാൻലി അപ്പോഴേക്കും റോഡിലേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു വെള്ള മാരുതി കാർ സ്റ്റാൻലിയുടെ കാറിൻ്റെ അടുത്ത് വന്നു നിന്ന് ഹോൺ അടിക്കുകയാണ്. ഒരു സ്ത്രീ വിൻഡ്ഷീൽഡ് താഴ്ത്തി ആരോടോ ദേഷ്യപ്പെടുന്നു. മഴ തോരും മുൻപ് എന്ന മനോഹരമായ പരമ്പരയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.